ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അന്ന് ഇവിടെ വന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമൻസ് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ വിചാരം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണ് കാണുന്നത്, അപ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫ്ലോയിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ. നമ്മുടെ പഴയ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അന്ന് ഈ വീട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തി, മീൻസ് ഇവളെന്താ വീടിനെ ഇങ്ങനെ നശിപ്പിച്ച് വെച്ചിരിക്കുന്നു, ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി ദൂർത്തടിച്ചിട്ടാണ് ഇത്രയും സാധനങ്ങൾ ആർക്കും വേണ്ടെങ്കിൽ കൊടുത്തുകൂടെ ആ ബുക്സ്, അങ്ങനെ ഇവൾ ഒരുപാട് അനാവശ്യമായിട്ട് കുറേ ബിസിനസ്സൊക്കെ ഇവൾ ചെയ്ത് പൊളിപ്പിച്ച് നശിപ്പിച്ച് വെറുതെ അല്ല അവളെ വിട്ടു പോയത് ഇതൊക്കെ രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിക്കേ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെറുതെ അല്ല ഇവൾ ആരെയെങ്കിലും വിട്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ വക ഡൗട്ടുകളൊന്നും എന്തായാലും തീർത്തുതരാം. അന്ന് ക്ലീൻ ചെയ്തിട്ട് പോയതാണ്, ഫുള്ളായിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇനിയും മുകളിൽ കുറേ സാധനങ്ങളുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ എല്ലാ ഭാഗത്തും ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ഹാള്, അതായത് ഈ വീട്ടിൽ ഇവിടെ വിചാരം ആൾതാമസം ഇല്ലാത്ത വീടാണ്, ഇടയ്ക്ക് വല്ലപ്പോഴും നിനക്ക് വന്ന് ക്ലീൻ ചെയ്തുകൂടെ എന്നുള്ള പോലെ. ആൾതാമസം ഉള്ള വീടാണ്. ഞാനും മക്കളാണ് ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടുള്ളത്. ഈ വീട്ടിൽ നിങ്ങൾ ആരും കാണുന്നില്ലേ, ഈ വീട്ടിൽ സാധനങ്ങളും ഊഞ്ഞാലും ഒക്കെ വെച്ചിട്ട് ആള് സ്വന്തമായിട്ടൊരു ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് വീഡിയോ ഒക്കെ ഇടുന്നത്. പിന്നെന്തിനാ എന്നെ ഇങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ വീട്ടിൽ ആൾ താമസമുണ്ട്, ഇവിടെ ആയിരുന്നു എല്ലാ സാധനവും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് അപ്പോൾ ആൾതാമസം ഇല്ലെങ്കിലും ഒരു വീട് അങ്ങനെ മോശമൊന്നും ആവില്ല. നമ്മൾ തീരെ ചൂലെടുത്ത് അടിച്ച് വാരാതെയും അല്ലെങ്കിൽ മാറാല അടിക്കാതെയും പിന്നെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഒരു വീട് ആ രീതിയിലേക്ക് ആവുന്നത്. അതുകൊണ്ടാണ് വീട് അങ്ങനെ ആയിട്ടുള്ളത്. അല്ലാതെ അതിനെ നിങ്ങൾ എന്തിനാ ഗൈസ് എൻ്റെ മേലെ കുറ്റം അടിച്ചേൽപ്പിക്കുന്നത്? അപ്പോൾ ആൾതാമസം, അയ്യോ മുമ്പത്തെ ഓർമ്മയിൽ ബാക്കിലൊരു സ്പ്രിങ് ഉണ്ടാവുമായിരുന്നു, ആ ഓർമ്മയിൽ വന്നത്. അപ്പോൾ ഈ റൂമിൽ ആൾതാമസം ഉണ്ട്. ഇവിടെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഇപ്പോഴും ആൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ അന്ന് അത്യാവശ്യം ഒന്ന് അലങ്കോലങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഇവിടെയാണ് ആൾതാമസവും എല്ലാം, കിടക്കലും ഉറങ്ങലും കഴിക്കലും ബിസിനസ് ചെയ്യലും എല്ലാം ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാതെ ആൾതാമസം ഇല്ലാത്ത വീടൊന്നും അല്ല കേട്ടോ, ആളൊക്കെ താമസമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെയാണുള്ളത്. കിച്ചണൊക്കെ അത്യാവശ്യം ഒന്ന് നീറ്റാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ. പിന്നെ എൻ്റെ പൊന്നു മക്കളെ, ഈ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ശരിക്കും ഈ ഉത്തരേന്ത്യ ഭാഗങ്ങളിലൊക്കെ വല്ല ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അതിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ നോക്കാതെ ആ വണ്ടിയിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് അടിച്ചു മാറ്റിയിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് കേട്ടു. അതേപോലെ എനിക്ക് തോന്നിപ്പോയി ഈ വീട്ടിലത്തെ കുറച്ച് സാധനങ്ങളും ഇതൊക്കെ കണ്ടിട്ട്. എൻ്റെ സ്റ്റാഫിനും ഒക്കെ വന്ന കമൻസ് അല്ല, എന്താ പറയുക, മെസ്സേജുകൾ. ചാവാൻ കിടക്കുന്നവൻ്റെ ഷഡ്ഡി വരെ അടിച്ചുകൊണ്ട് പോകുന്നത് ഉത്തരേന്ത്യക്കാരാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ സാക്ഷര കേരളത്തിലും അതുപോലെ ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ നിങ്ങൾ കണ്ടത്, ഷവർമ ഷോപ്പ് ഇട്ട് അത് പൂട്ടി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടത് ഞാനല്ല. ഞാൻ ഷവർമ ഷോപ്പ് ഞാൻ ഇട്ടിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അതെത്തിച്ച് ഞാൻ എപ്പോഴും ചെയ്യുന്ന ബിസിനസ് എപ്പോഴും സ്റ്റേബിളായിട്ട് എനിക്ക് നഷ്ടങ്ങളൊന്നും വരാത്ത രീതിയിലേ ചെയ്യാറുള്ളൂ. കാരണം എന്നെ ആശ്രയിച്ച് എൻ്റെ ഒരു കുടുംബമുണ്ട്, അവരുടെ കംപ്ലീറ്റ് ബാധ്യതയും ഞാൻ തന്നെ ഏറ്റെടുക്കണം. ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. 5-6 ജീവനാണുള്ളത്. എനിക്ക് പകരം എൻ്റെ ബാധ്യതകൾ ആർക്കും കൊണ്ട് തലയിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ നഷ്ടപ്പെടുന്ന പോലെയുള്ള കാര്യങ്ങൾക്ക് നിൽക്കാറില്ല. അള്ളാഹ് എത്തിച്ച് അൽഹംദുലില്ലാ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. അതിൽ ആരെങ്കിലും കൈകടത്തലുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായ നഷ്ടങ്ങളല്ലാതെ. അതുകൊണ്ട് ഈ പറഞ്ഞ ഷവർമയുടെ സാധനം കാര്യങ്ങളൊന്നും ഞാൻ ബിസിനസ് ചെയ്ത് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടതല്ല. എനിക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻ്റെ ബേബീനെ പ്രഗ്നൻ്റായി പ്രസവിക്കുന്ന ആ കാലഘട്ടത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ബുക്ക് സ്റ്റോളും ഞാനായിട്ട് ഇട്ടൊരു ബുക്ക് സ്റ്റോളുണ്ട്. ഞാൻ പൈസ ഇറക്കി കൊടുത്ത് ഇട്ട ബുക്ക് സ്റ്റോൾ, അത് ഇപ്പോഴും നല്ല രീതിയിൽ റൺ ചെയ്ത് പോകുന്നുണ്ട്, എനിക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും. ഓക്കെ,
എനിക്ക് എൻ്റെ മക്കൾക്ക് ലാഭം കിട്ടിയില്ല, അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിന് പുറമെ കുറേ ഒരു കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങി ചോദിച്ച പോലെ ഓരോ ഷോപ്പുകൾ ഇടുന്ന ഒരു ഇൻട്രസ്റ്റ് എനിക്കല്ല. ഓക്കെ, അങ്ങനെ ഇട്ട ഷോപ്പുകളുടെ നഷ്ടത്തിൻ്റെ ബുക്സാണ് നിങ്ങൾ മേലെ ഒരു റൂമിൽ കണ്ടത്. അല്ലാതെ ഞാൻ കൊണ്ടുവന്ന് ഇട്ടതല്ല. എൻ്റെ വീട്ടിൽ എനിക്കിങ്ങനെ അനാവശ്യമായിട്ട് ഓരോ ബിസിനസ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ സാധനങ്ങൾ ഇടേണ്ട ആവശ്യം എനിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക എൻ്റെയൊക്കെ ഒരു ഗതികേട്. ഓക്കെ, പിന്നെ ഈ വീട്ടിൽ ഇവൾ ഒരുപാട് അഹങ്കരിച്ചു, ഇവൾ ദൂർത്തടിച്ചു, മിതമായിട്ട് ചിലവാക്കാത്തതുകൊണ്ട് ഇവൾക്ക് ഈ ഒരു ഗതി വന്നത്. അതിലെത്തിച്ച് തമ്പുരാനാണ്, ഞാൻ അധ്വാനിക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പം എനിക്ക് ഗതിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോഴും നല്ല രീതിക്കാണ് അൽഹംദുലില്ലാ എൻ്റെ മക്കൾക്ക് എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അതിലെത്തിച്ച് അള്ളാൻ്റെ കൃപ കൊണ്ട് ഞാൻ പോകുന്നത്. എനിക്ക് യൂട്യൂബ് മാത്രമല്ല, ബിസിനസ് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് കുറേശ്ശായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ അല്ലാതെ വേറെ കുറേ പ്രൊമോഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചത് എൻ്റെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെ. ഒന്നാമത്തെ സാധനങ്ങൾ പറഞ്ഞാൽ ഇവരവിടെ ബുക്സും മറ്റേ വക സാധനങ്ങളൊക്കെ, അതൊക്കെ എന്ന് പറയുമ്പോൾ അത് ബിസിനസ് നടത്തി പൊളിച്ചു കൊണ്ടുവന്നിട്ട സംഭവങ്ങളാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കോമൺ സെൻസോടെ, എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് ആൾക്കാരാണ് പറയുന്നത്. എനിക്ക് അഹങ്കാരമാണ്, ഇവളോ അള്ളാനെ മറന്നു വാങ്ങി കുട്ടി എന്ന് പറയുന്നതുകൊണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊമോഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഓക്കെ, അറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി. ഇപ്പോൾ ഇത് ഈ ഒരു സംഭവം ഞാൻ പൈസ കൊടുത്ത് വാങ്ങാൻ എനിക്ക് ആവശ്യമില്ല. ഓക്കെ, എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കമ്പനിക്കാർ ഈ സാധനം ഉണ്ടാക്കിയിട്ട് അവരുടെ ഗോഡൗണിൻ്റെ ഉള്ളിൽ പൂട്ടി വെച്ചിട്ട് അവർക്കത് സെയിലാവില്ല. അപ്പോൾ എന്നെപ്പോലെ ഒരു വീഡിയോ ഇട്ടാൽ ഒരു 4 ആൾ കാണുന്ന വീഡിയോ ഒക്കെയാണ്, ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും. എന്നിട്ട് അവർ പറയും ഞങ്ങൾ സാധനം ഇത് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യുകയാണെന്ന് പറയുന്നില്ല. എനിക്ക് ഫ്രീ ആയിട്ട് അത് കിട്ടിയതാണോന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. അവർക്ക് അതിലൂടെ സെയിൽ വരും. നിങ്ങൾ എത്രയോ പ്രൊഡക്റ്റൊക്കെ കണ്ടിട്ട് വല്ല പാത്രങ്ങളോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നോട് ചോദിക്കാറില്ലേ, അതിൻ്റെ ലിങ്ക് തരും, നിങ്ങൾക്ക് വാങ്ങാൻ തോന്നാറില്ലേ നല്ല സാധനമാണെന്നുണ്ടെങ്കിൽ? ഇതാരും പ്രൊമോഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ ഈ സാധനങ്ങൾ കാണും? ഏതോ ഒരു കമ്പനിക്കാർ എവിടെയോ ഉണ്ടാക്കി വെച്ച സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വാങ്ങുക? അതുകൊണ്ട് ഈ പ്രൊമോഷൻ ചെയ്യുന്നതിനും കുറ്റം പറയണ്ട. അത് നടക്കുന്നതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ഈ ക്രയവിക്രയങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ട് എല്ലാവരും ജീവിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കാണും. അത് ആവശ്യമുള്ളവർ ആരെയും വീട്ടിൽ വന്ന് മുഖത്ത് ടപ്പേന്ന് 2 അടി അടിച്ചിട്ട് നിങ്ങൾ ഈ സാധനം വാങ്ങിയാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കി തരാം എന്നൊന്നും ഞാൻ പറയാറില്ലല്ലോ. ആവശ്യമുള്ളവർ, കയ്യിൽ പൈസയുള്ളവർ വാങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കമ്പനിക്കാർ അയച്ച പ്രോഡക്റ്റ്സാണ് എൻ്റെ വീട്ടിൽ മിക്കതും. ഇതിന് ഞാൻ പൈസയും വാങ്ങും. അല്ലാതെ അതായത് ഞാൻ ഒരു സാധനം എനിക്കിവിടെ അയച്ചു കഴിഞ്ഞാൽ തനിയെ എൻ്റെ ക്യാമറ വന്ന് തനിയെ എന്നെപ്പോലെ ഒരാൾ ഇവിടെ വന്ന് ഇങ്ങനെ ആകാശത്തിൽ ഓം ഹ്രീം കുടിച്ചാത്താന്ന് പറയുമ്പോഴേക്കും ആവുന്നല്ലേ. സോ അതിൻ്റെ ബാക്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് വരും. ആ കമ്പനിക്കാർക്ക് അതിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്നും ചെറിയൊരു ഭാഗം നമുക്കും തരും. ഓക്കെ, ഇപ്പം മനസ്സിലായോ? ഇനി മേലാൽ ബുദ്ധിയില്ലാത്ത പോലെ, വിവരമില്ലാത്ത പോലെ ഇവിടെ ആർഭാടം കാണിച്ചാൽ ആവശ്യമായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി ആ പാവം മനുഷ്യനെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നാരും പറയണ്ട. ഞാൻ എങ്ങനെയും ആക്കിയിട്ടില്ല. ഞാൻ ഒരു മനുഷ്യൻ്റെയും ഇന്നേ വരെ എൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ പോലും ചിലവാക്കിപ്പിച്ചിട്ടില്ല. അതായത് കറവപ്പശു ആക്കിയിട്ടില്ല ആരെയും. ഞാനേ കറവപ്പശു ആയിട്ടുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് എൻ്റെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്തു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇമാതിരി കുലസ്ത്രീകൾ ആരും ഇവിടെ വന്നിട്ടൊന്നും പറയണ്ട. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട. സത്യം പറഞ്ഞാൽ എന്തിനാണ് വെറുതെ ഗതി കെട്ടിട്ട് നിങ്ങളുടെ വായനൊക്കെ ഓരോന്ന് കേൾക്കണമെന്ന് തോന്നിപ്പോൾ. പിന്നെ ഇതിപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ആരും ചോദിക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊമോഷൻ വരുന്ന ഐറ്റംസ് വീണ്ടും ചിലപ്പോൾ എനിക്ക് വീഡിയോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പലതും ഞാൻ അതിൽ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് തരുമോ, ഇത് ഫ്രീ ആയിട്ട് തരുമോ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരാൾ ചാവാൻ കിടക്കുമ്പോൾ അവരുടെ ജട്ടി വരെ അടിച്ചു മാറ്റിയിട്ട് പോകുന്ന ആൾക്കാരാണ് കേരളത്തിൽ കുറച്ച് പേര് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് നടന്നത്. ഞാൻ എൻ്റെ വീടും എൻ്റെ പരിസരവും വിൽക്കാൻ പോവാണ്, എനിക്ക് വേറെ വഴിയില്ല എന്ന രീതിയിൽ ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത്
കുറേ നഷ്ടങ്ങൾ സംഭവിച്ച കുറേ സാധനങ്ങളാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ഇവർ വന്നിട്ട് അതിലിനി ചോദിക്കാത്ത സാധനങ്ങളൊന്നും ബാക്കിയില്ല. അത് ഞങ്ങൾക്ക് ഫ്രീ തരൂ, ഇത് ഞങ്ങൾക്ക് ഫ്രീ തരൂ, അതില്ല ഇതില്ല, ഇങ്ങനെ എല്ലാം. ഞാനിത് ഏതും സെയിലിന് വേണ്ടിയിട്ട് ഇട്ടതായിരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്താണ് മനുഷ്യന്മാർ ഒരാളുടെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ. അത് മാത്രമല്ല, വീട് വിൽക്കാൻ വെച്ച എന്തെങ്കിലും വന്നിട്ട് അവരുടെ വീട് ജപ്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ലോൺ അടയ്ക്കാൻ പൈസ വേണം, അല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് ടോയ്സ് കളിക്കാനും വേണ്ടിയിട്ട് 3000 രൂപ 4000 രൂപ അയച്ചു തരൂ, പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, GPay അയക്കാം, പൈസ അയക്കി. ഞാൻ അത് കേട്ടോ എൻ്റെ തല പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നി. എന്താണ് മനുഷ്യന്മാരിങ്ങനെ കാരുണ്യമില്ലാത്ത പോലെ ഇരുന്ന് തിന്നവനെ തുറന്ന് തിന്നണമെന്ന് പറയുന്ന പോലെയോ, അല്ലെങ്കിൽ എന്താണ് പുര കത്തുമ്പോൾ വാഴ വെട്ടിയെടുത്ത് ഓടുന്ന പോലെ, അല്ലെങ്കിൽ പുര കത്തുമ്പോൾ കഴുക്കോല് കിട്ടണതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഊരിയെടുക്കുന്ന പോലെ. ഇന്നാൾ ഞാനൊരു വീഡിയോ കണ്ടു. അതിലെന്തായിരുന്നു എന്നറിയാം, ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് അതിൽ എന്തോ ഒരു ചരക്ക് വണ്ടിയാണ്, അതിൽ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, എന്തൊക്കെയോ കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് തോന്നുന്നു. ഈ ഡ്രൈവർ ഇങ്ങനെ കെഞ്ചനത്ര, എൻ്റെ ജീവനൊന്ന് രക്ഷിക്കുക, ജീവനൊന്ന് രക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഒരൊറ്റ മനുഷ്യന്മാർ അയാളുടെ ജീവൻ രക്ഷിക്കാതെ ഈ അതിൽ കിട്ടുന്ന സാധനങ്ങൾ പെറുക്കിയെടുക്കുന്ന തിരക്കിലായിരുന്നു ആൾക്കാർ. അപ്പം അതിൻ്റെ അടിയിൽ വന്ന കമൻസ് ഞാൻ പോയി നോക്കിയ സമയത്ത് ഇത് കേരളത്തിലായിരിക്കണം, ഇങ്ങനെ സംഭവിക്കില്ല എന്ന്. എന്നാ മക്കളെ കേട്ടോ, അല്ല കേരളത്തിലാണെങ്കിൽ, കാരണം ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ചതാണ്. എൻ്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഇവർക്ക് കുറേ ആൾക്കാർക്ക് കാശ് കിട്ടണം, കാശ് വേണം, കാശ് വേണം. ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടല്ല അവർ ചോദിക്കുന്നത്, ഒരു നേരം ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, നമ്മളത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഊഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു പോകുമോ? ഊഞ്ഞാലിനൊക്കെ വേണ്ടിയിട്ട് കരഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ചോദിക്കുമോ? ഈ പറയുന്ന നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്ട്സും ഒരു ബിസിനസ്സുകാർക്കും ഫ്രീ കിട്ടുന്നതല്ല. ഇതൊക്കെ ഇവരും അതേപോലെ പൈസ കൊടുത്ത് അവർ ഒരു 500 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അവർ 400 രൂപയോളം പൈസ കൊടുത്ത് വാങ്ങിച്ച് അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് അതിനുള്ള പൈസ കൊടുത്ത് GST കൊടുത്ത് ടാക്സുകളൊക്കെ കൊടുത്തിട്ട് ഇവരുടെ കയ്യിൽ കിട്ടുന്ന സാധനമാണ്. ആർക്കും ഫ്രീ കിട്ടുന്നില്ല. അതെങ്ങനെ നിങ്ങൾ ഫ്രീ ചോദിക്കുക? ഒരു ഊഞ്ഞാലിന് വേണ്ടിയിട്ട് കാലിൽ വീഴുന്ന പരിപാടിയൊന്നും ഞാൻ അംഗീകരിച്ചു കൊടുക്കുന്ന ആളല്ല. ഇതൊക്കെ ഞാൻ അംഗീകരിച്ച ഒരു പാവം പോലെ അഭിനയിച്ച് എനിക്ക് നല്ല പേരും വേണ്ട. ഇത് ഏതൊരു മനുഷ്യനും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ പലരും ഇതൊന്നും കാണിക്കില്ല. അതിന് പകരം ഞാൻ നല്ലവളാണ് അല്ലെങ്കിൽ നല്ലവനാണെന്ന് കാണിക്കാൻ വേണ്ടി ചിരിച്ച മുഖം മാത്രം കാണിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും ന്യായമല്ലാത്തൊരു കാര്യമുണ്ടോ? ശരിക്കൊരു മനുഷ്യനായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഊഞ്ഞാല് കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും ശ്വാസം കിട്ടാതെ മരിച്ചു പോകുമോ, അല്ലെങ്കിൽ വിശന്നിട്ട് മരിച്ചു പോകുമോ? ഇല്ലല്ലോ. അപ്പോൾ തെറ്റാണത്. തെറ്റ് തന്നെ എനിക്ക് പറയാം. അതായത് മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യം. ഇപ്പം ഞാൻ എന്നിൽ മാത്രം എന്തെങ്കിലും ഒരു മനുഷ്യനായിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ പടച്ചോൻ അത് എനിക്ക് പുറത്തു തരുള്ളൂ, ഞാനൊരു റബ്ബുമായി എന്നുള്ളത്. അല്ലാതെ ഞാനൊരു പേഴ്സണെ പോയിട്ട് മാനസികമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ അവരെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരും ഇവരും തമ്മിലായാലേ പടച്ചോൻ പൊറുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യണതെല്ലാം ഭയങ്കര പെർഫെക്റ്റായിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടിൽ റൈസ് കുക്കർ തരുമോ, എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ള ആ സാധനം തരുമോ, ഈ സാധനം തരുമോ, ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഞാൻ ഇതൊക്കെ കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. ഞാനെന്തോ മരിക്കാൻ പോവാണ്, എന്നിട്ട് ഇതൊക്കെ നീ മരിക്കണമെങ്കിൽ മരിച്ചോ, നിനക്ക് എന്ത് വേണമെങ്കിൽ സംഭവിക്കണമെങ്കിൽ സംഭവിച്ചോ, എൻ്റെ വീട്ടിലുള്ള ആ സാധനം എനിക്ക് തരുമോ, ഈ സാധനം എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മെൻറ്റാലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ കണ്ണിന് മുന്നിൽ ഒരാൾ മരിക്കാൻ പോവുകയാണെങ്കിലും നിങ്ങൾ അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കിയിട്ടാണ് നിൽക്കുക. കൂടുതൽ സ്ത്രീകളാണ്. എൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, എൻ്റെ അധ്വാനത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവർ എന്ത് നമുക്ക് അതിൽ നിന്നും ലാഭം കിട്ടും? അവൾ വീട് വിറ്റിട്ടാണെങ്കിലും വിൽക്കുന്ന പൈസയിൽ നിന്ന് കുറച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നാണ് നോക്കുന്നത്. ഷെയിം ഓൺ യു, ഷെയിം ഓൺ യു. ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആകെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ ഒരേ ഒരു സാധനം വീൽ ചെയറാണ്. അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. വേറെ ഒന്നും നമ്മൾ കൊടുക്കാനുള്ളതാണെന്നോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും തരാമെന്നോ ഒന്നും പറഞ്ഞ സംഭവങ്ങളല്ല. ഊഞ്ഞാൽ ചോദിക്കുമ്പോൾ ഞാൻ ഊഞ്ഞാൽ സെയിൽ ചെയ്യുന്നില്ല, അതൊന്നും എൻ്റെ അല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ അപ്പം എൻ്റെ വന്ന് ചോദിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ ചാരിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ ആയിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ ജീവിക്കുന്ന കുറേ സാധനങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് അത് തരൂ ഇത് തരൂ എന്ന് പറഞ്ഞ് ചോദിക്കണമെങ്കിൽ എന്താ ന്യായമുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് ആരും വന്ന് ഊഞ്ഞാലൊന്നും ചോദിക്കണ്ട, എൻ്റെ ഇല്ല തരാൻ, ഇനി ഉണ്ടെങ്കിൽ ഞാൻ തരൂല. കാരണം അതെനിക്ക് ഫ്രീ കിട്ടുന്ന സാധനം അല്ലല്ലോ, എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങുന്നതല്ലേ. പിന്നെ ഊഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ആരും ഊഞ്ഞാലിൽ ആടിയില്ലെങ്കിൽ മരിച്ചു പോകുന്നുള്ളൊരു അവസ്ഥയൊന്നും ആർക്കും ഇല്ലല്ലോ. അതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ് കഴിഞ്ഞ് നമ്മുടെ കുറേ അധ്വാനിക്കാൻ മനസ്സുമുണ്ട്,
അധ്വാനിക്കാനുള്ള അധ്വാനിച്ച പൈസ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നേടിയെടുക്കേണ്ട സംഭവങ്ങളാണ് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുട്ടിക്ക് കളിക്കാൻ ഇലക്ട്രിക് കാർ വാങ്ങിത്തരുമോ പറഞ്ഞിട്ട് ഒരു മെയിലുണ്ടായിരുന്നേ. അതിന് ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇലക്ട്രിക് കാർ ഇല്ലാതെ എൻ്റെ ആദ്യത്തെ കുട്ടികൾ വളർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആരത്തും പോയിട്ട് അവരുടെ അധ്വാനത്തിൽ നിന്നും കുറച്ച് പൈസ തരും എൻ്റെ മക്കൾക്ക് ആനന്ദിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. എനിക്കിതൊക്കെ ഇത്രയും വിഷമം വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും എന്നെ ചൂഷണം ചെയ്യണം എന്ന് തോന്നിയ ആ മനസ്സിനെയാണ് ഞാൻ വന്ദിക്കുന്നത്. ഗ്രേറ്റ്. കുട്ടികൾ ഇലക്ട്രിക് കാറോ ഇലക്ട്രിക് ബൈക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഇല്ലാത്തത് ഇല്ലാന്ന് തന്നെ പഠിപ്പിച്ച് വളർത്തണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് വലിയ ഇതൊന്നുമല്ല. എൻ്റെ എപ്പോഴാണോ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളത് അപ്പോഴേ ഞാൻ വാങ്ങി കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊക്കെ കണ്ടിട്ട് എന്നെ അഹങ്കാരിയാണ് പറയുന്നതെങ്കിൽ അഹങ്കാരമായിട്ട് കൂട്ടിക്കോ. ഞാൻ അഭിമാനത്തോടെ ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ ചില സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾ ചോദിച്ചോ, കുഴപ്പമില്ല. കുറച്ച് ഡ്രസ്സുകളുണ്ട്, നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കാം. അത് അർഹിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അതല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. ചാവാൻ പോണ സമയത്ത് എന്തെങ്കിലും ഊരിയെടുക്കണ പോലെയുള്ള കാര്യങ്ങൾ മാത്രം ആരും ചോദിക്കാതിരുന്നാൽ മതി. ഓക്കെ, ഈ ഡ്രസ്സ് ഒന്ന് കാണിക്കാം. ഇതൊക്കെ ഒരു ബ്രൈഡൽ ഡ്രസ്സാണ്. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രൈഡൽ ഡ്രസ്സ് വാങ്ങാനുള്ള കഴിവുള്ളവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരിക്കലും ഞങ്ങളോട് ഈ ഒരു സംഭവം ആവശ്യപ്പെട്ട് ചോദിച്ചു വരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആരോ ഒരാൾ ഇട്ട ഡ്രസ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്, പുതിയതായിട്ട് ആരും വാങ്ങി കൊടുക്കുന്നതല്ല. സോ അതിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പം മീൻസ് ഒരു ദിവസം ഇട്ട ഡ്രസ്സാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആർക്കോ കിട്ടേണ്ട ഒരു സാധനം നിങ്ങളുടെ കൈകളിലേക്ക് എന്താ പറയുക, അർഹമല്ലാത്ത രീതിയിൽ വന്നതായിട്ട് വേണം കണക്കാക്കാൻ. അത്രയ്ക്കും അർഹത ഉള്ളവർക്ക് ആ ഒരു സാധനം കിട്ടുമ്പോൾ ഒരു നിധിയായിട്ട് അവർക്ക് ഫീലാവും. അങ്ങനെയുള്ളവർക്ക് മാത്രം എത്താനാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. എത്തിയുമായിട്ടുള്ള എത്രയോ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ കുറേ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഹാപ്പിയാണ്. അവരാരും അതിലൊരു കുറ്റവും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് പേരെങ്കിലും അത് ഇടാൻ കൊള്ളൂല, ഇത്തിരി കളർ ഫെയ്ഡായ പോലെ എന്നൊക്കെ തോന്നി എന്ന് പറഞ്ഞു. പക്ഷേ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം. അത്രയും നല്ല നല്ല ഡ്രസ്സുകൾ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചോദ്യം ചെയ്യുക, നമുക്കത് വാങ്ങാനുള്ള അർഹതയുണ്ടോ എന്നിട്ട് നിങ്ങൾ ചോദിച്ചോട്ടാ. അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ അയച്ചു തരാം. അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്ത ഒരിക്കൽ പോലും ഇടാത്ത എൻ്റെ ഡ്രസ്സ് ഒരിക്കൽ പോലും ഇട്ടിട്ടില്ല. അത് മാറ്റി വെച്ചോ, എന്നിട്ട് അതാരെങ്കിലും കുറ്റം പറയും. എന്തിനാണ്? ഇല്ലാന്ന് വാങ്ങിച്ച അതേപോലെ അങ്ങനെ വെച്ചതാണ്. സ്റ്റിച്ച് ചെയ്യാൻ പറ്റാതായപ്പോൾ പിന്നെ അങ്ങനെ വെച്ചതാണ്. നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത ഓരോരുത്തർ എന്തെങ്കിലും കുറ്റം പറയും. എന്തിനാണ് ഇപ്പോൾ വെറുതെ? അതിനേക്കാളും നല്ലത് നമുക്കിടാം സുഖമായിട്ട്. അപ്പോൾ ഞാൻ വേറെ എന്തോ പറയുന്നൊന്നും അത് വിട്ടുപോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആരും ഫ്രീ ആയിട്ട് ചോദിക്കേണ്ട. ഈ സംഭവങ്ങളൊന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല. നമ്മളത് എത്രയോ സാധനങ്ങൾ വിറ്റ് അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ലാഭമൊക്കെ കിട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ശരി. ഇപ്പം എനിക്ക് ഈ റൂമിലുള്ള ഈ ഊനാല് കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. ഗോഡൗൺ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പിന്നെ ആ വീഡിയോയിൽ ഒരു 4.20 സെക്കൻഡിൽ ആരോ എന്തോ അത്ഭുതം കണ്ടുപിടിച്ച പോലെ കുറച്ച് പേര്, ഞാനെന്തോ പോക്കറ്റിലിട്ട് നടന്നിട്ട് നിങ്ങളെ പറ്റിക്കുന്ന പോലെ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് ഞാനാണ് ഇറങ്ങിപ്പോയിട്ടുള്ളത്, ഇവിടെ ആൾതാമസം ഉണ്ട് എന്നുള്ളത്. സോ ഈ വീടിൻ്റെ ചാവിയും എൻ്റെ കയ്യിലല്ല. സോ ഈ പറയുന്ന ആൾ ഇവിടെ തന്നെയാണ് ഉള്ളത്. ഓക്കെ, അല്ലാതെ ഒളിപ്പിച്ച് വെച്ചിട്ടോ ഞങ്ങൾ ഒന്നിച്ച് എന്തോ നിങ്ങളെ റീച്ച് കൂട്ടി പറ്റിക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും സ്വത്തോ മുതലോ എനിക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ അതിനധികം വീഡിയോസ് പോലും ഇടാറില്ല. അപ്പോഴും വന്നിട്ട് എന്തോ ഇവള് നാട്ടുകാരെ പറ്റിക്കണം. എന്തിനാണ്? ഓക്കെ, കുട്ടികളുടെ വാപ്പ ആ ഒരു റിലേഷൻ അവരായിട്ടുണ്ട്.
പിരിഞ്ഞത് ഞങ്ങളാണ്. ഞാനും ഈ പറയുന്ന എൻ്റെ എക്സ് ഹസ്ബൻഡും ആണ് പിരിഞ്ഞിട്ടുള്ളത്. ആളിവിടെ തന്നെയാണ് താമസം, കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഊഞ്ഞാൽ എല്ലാം തന്നെ സെയിലിന് ഉള്ളതാണ്, അല്ലാതെ ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി അവർ ഇട്ട് വെച്ചതല്ല. ഞാൻ സെയിൽ ചെയ്യുന്നതും അല്ല. എൻ്റെ കുറച്ച് ലോഡ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എടുക്കാതെയാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. എനിക്കതിൻ്റെ പൈസ കിട്ടി, അൽഹംദുലില്ലാ. എൻ്റെ വല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കും. ഞാൻ ആ പൈസ കിട്ടാനും വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലുമാണ്, കിട്ടിയിട്ടില്ല. പിന്നെന്താണ്, പിന്നെ ചിലർക്ക് ട്രോളി വേണം അല്ലെങ്കിൽ ഹൈ ചെയർ വേണം എന്നുള്ള പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ സെയിൽ ചെയ്യാനും വേണ്ടിയിട്ട് വെച്ചതല്ല. എൻ്റെ മക്കളുടെ ആ ചെറുപ്പത്തിലുള്ള ആ ഒരു മെമ്മറി എനിക്ക് സൂക്ഷിക്കണം എന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ഞാൻ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് ആർക്കും കൊടുക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോരോ താല്പര്യമില്ല. ഇതൊക്കെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. ഇതിന് എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ മക്കളുടെ പ്രൊഡക്ട്സ് വരൂ എൻ്റെ മക്കളുടെ പ്രൊഡക്ട്സ് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഇത് എൻ്റെ താല്പര്യം. സോ ഞാൻ കൊടുക്കുന്നില്ല. എനിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ ഈ സാധനങ്ങൾ ഇപ്പോഴും അവർ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. വാങ്ങാൻ പറ്റാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ. ഓക്കെ.